അയ്യപ്പേട്ടാ, നടൻ അലൻസിയർ പല സമയങ്ങളിലായി വിവാദത്തിലാവുകയും ഏറിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണ്. അദ്ദേഹം അമേച്ചർ നാടക നടനാണ് അല്ലെ? അതിൽ നിന്ന് സിനിമയിലേക്ക് വരികയാണ്. ഇപ്പോൾ അദ്ദേഹം നിള നമ്പ്യാർ എന്ന് പറയുന്ന അഡൽട്ട് ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട്, അതായത് മലയാളികളുടെ ആ ഒരു എന്താ പറയാ, സദാചാരം എന്ന് പറയല, എന്താ പറയാ, ലൈംഗികപരമായിട്ടുള്ള ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന, അതെ അതെ, ആ വാക്ക് എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന്. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കുറച്ചു പേരിൽ ഒരാളാണ്. അപ്പൊ ഇപ്പൊ അവരൊരു വെബ് സീരീസ് എടുക്കാണ്, അതും അഡൽട്ട് വെബ് സീരീസ് ആണ്. സ്വാഭാവികമായിട്ടും അതായിരിക്കും, അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗം, അവർക്ക് പ്രൊഫഷനാണ്, അതിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ അതിൽ അലൻസിയർ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതും അദ്ദേഹത്തിന്റെ അത് വന്ന വഴി പൊക്കോട്ടെ. പക്ഷെ അദ്ദേഹം ചില എന്താ പറയാ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് തൊഴിൽ മേഖലയിൽ ഏത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്, ആരാണ് എന്റെ മുന്നിലെന്നതൊന്നും ആരാണ് പിന്നിലെന്നൊന്നും നോക്കൂല, അവരുടെ ചരിത്രമൊന്നും എനിക്ക് അറിയണ്ട, സുഹൃത്തെ ഇത്രേ പറയുവാനുള്ളൂ, നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ, എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയും അടൂർ സാറിന്റെയും സിനിമകൾ ആഘോഷിക്കുന്നത്? ആ വിവരമുണ്ടോ? വിവരക്കേട് ഇല്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിനുശേഷം പറയുകയാണ്, പട്ടികൾ കുരയ്ക്കും, അതിനെ എടുത്ത് കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ എന്നും കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോ എനിക്ക് പെട്ടെന്ന് ഇതൊരു വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു സംശയം, പത്മരാജൻ, ഭരതൻ, അടൂർ ഇവരുടെ സിനിമകൾക്കൊപ്പമാണോ നിള നമ്പ്യാരുടെ വെബ് സീരീസിനെ ചേർത്ത് വെക്കേണ്ടത്? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ് കേട്ടാ. നമ്മളൊക്കെ എന്താ പറയാ, അവരുടെയൊക്കെ സിനിമകളെയൊക്കെ ഒരുപക്ഷെ ഇന്നും ആരാധനയോടെ കാണുന്ന, ഇന്നും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കള്ളം പവിത്രം കാണാറുണ്ട് ഞാൻ. അതെ, കെ.ജി. ജോർജിന്റെ യവനിക കാണാറുണ്ട്. പറയൂ. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ സിനിമയോട് ചേർത്ത് വെക്കേണ്ടതാണോ ഇത്രയൊക്കെ പറയാൻ? അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയുന്നവർ മുഴുവൻ പട്ടികളാകുമോ? ഇദ്ദേഹം നടത്തിയൊരു ഒരു പ്രതിഷേധ മാർഗം ചേട്ടന് ഓർമ്മയുണ്ടാവും. തുണി ഇങ്ങനെ കോണകം ഉടുത്തിട്ട് നടത്തിയ പ്രതിഷേധമൊക്കെ. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിഷേധ മാർഗം. അത് നമ്മൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്, നമ്മളുടെ വകതിരിവാണ്, ബോധമാണ്. നമ്മുടെ ബോധമാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ നടന വൈഭവം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതൊന്നുമല്ല ചോദിക്കുന്നത്. ഈ പത്മരാജൻ എന്ന് പറയുന്ന, ഭരതൻ എന്ന് പറയുന്ന, അടൂർ എന്നൊക്കെ പറയുന്ന അവർ ആ ലെജൻസിന്റെ ഒക്കെ സിനിമയോട് ചേർത്ത് വെച്ച് ഇതിനെയൊക്കെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് പ്രജിത, നമ്മളീ പറയുന്ന പോലെ അലൻസിയർ എന്ന നടനെ എനിക്കറിയാം. അമച്വർ നാടക സംഘത്തിലൂടെയാണ് അലൻസിയർ വരുന്നത്. എൻ്റെ ഒരു ബ്രദർ അമച്വർ നാടക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവൻ മരണപ്പെട്ടു പോയി, അവിടെ 44 വയസ്സിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ അലൻസിയർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പുത്തൻതോപ്പ് എന്ന ഒരു മത്സ്യ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. അലൻസിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന അലൻസിയർ എന്താണ് എന്നുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് ഈ പറയുന്ന നിള നമ്പ്യാരുടെ സിനിമയുമായി പ്രജിത ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം. അവർ ചെയ്യുന്ന ഈ പ്രോഗ്രാം, ഏത് പ്രോഗ്രാം, എന്താ അത്, ആ സാധനത്തിന്റെ പേരെന്താ? വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസില് ആയിക്കോട്ടെ, അലർട്ട്, പിന്നെ അഡൻസ്, അതെനിക്ക് പെട്ടെന്ന് നാവിന്ന് വരുന്നില്ല, ക്ഷമിക്കുക. ഏതായാലും ഈ പത്മരാജന്റെയും ഭരതന്റെയും അടൂരിന്റെയും സിനിമകളുമായി ഈ പറഞ്ഞ നമ്പ്യാരത നിള നമ്പ്യാർ എന്ന് പറയുന്ന വ്യക്തിയോട് കൂട്ടിക്കെട്ടുന്നതിലൂടെ അലൻസിയറിന്റെ നിലവാരം എന്തെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. അതായത് അലൻസിയർ ഒരു നടനാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിന് ഞാനും തർക്കം പറയുന്നില്ല. ഒരു അമച്ചർ നാടകത്തിലൂടെ അഭിനയിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു നടനാണ്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അമൽരാജ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നു, നമ്മുടെ ചക്കപ്പഴം എന്ന പരമ്പരയിൽ. അമൽരാജും അലൻസിയറിനെയൊക്കെ അറിയുന്നതാണ്. നിരവധി ഇത്തരത്തിലുള്ള നടന്മാരെയൊക്കെ നമ്മുടെ ഒരു ഇതുകൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് അറിയാം, നാടകത്തിലൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അമച്ചർ നാടക സംഘത്തിലൂടെയാണ് ഈ അലൻസിയർ വരുന്നതെങ്കിൽ, ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ, അത് നിലാവ് കണ്ട്
നിലാവിനെ കണ്ട് പട്ടി കുറയ്ക്കരുത് എന്നുള്ള ഒരു അത് അദ്ദേഹം പറഞ്ഞ പ്രയോഗം പോലും തെറ്റാണ്. നിലാവ് എന്ന് പറയുമ്പോൾ ചന്ദ്രനെ നോക്കി പട്ടി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് എത്ര വിലയുണ്ട്, ചന്ദ്രന് എത്ര വിലയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ പത്മരാജന്റെ സിനിമയെയും നിളാ നമ്പ്യാരുടെ സിനിമയും തമ്മിൽ, പത്മരാജൻ എന്ന് പറയുന്ന ക്ലാസിക് സിനിമകളുടെ വക്താവ്, നിളാ നമ്പ്യാരുടെ ഈ ഇങ്ങനത്തെ വെബ് സീരീസ് എന്ന് പറയുന്നതും, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. പത്മരാജന്റെ പിന്നെ ആ സിനിമയുടെ പേരെന്താ, കൃഷ്ണചന്ദ്രനും ജയഭാരതിയും അഭിനയിച്ച രതി നിർവേദം. ആ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പിന്നെ സെക്സിന് വേണ്ടി എടുത്തൊരു കഥയാണെന്ന് ആരും പറയില്ല. അതിലൊരു കഥ ഒരിക്കലും പറയില്ല. മാത്രമല്ല ആ കാലഘട്ടത്തിൽ അത്രത്തോളം ആ ഒരു ധൈര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരനാടകം, അദ്ദേഹം കഥാപാത്രങ്ങളെ വിവരിക്കുന്ന രീതി, ഭരതൻ എന്ന സംവിധായകന്റെ കൈവപ്പ്, അപ്പൊ അതുമായിട്ടൊക്കെ അലൻസിയർ താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് തീർത്തും അലൻസിയറുടെ അറിവില്ലായ്മയാണ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. അതായത് അമച്വർ നാടകം എന്ന് പറയുമ്പോൾ നടന് പെർഫോം ചെയ്യാനുള്ള അവസരം ഒരുപാട് കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് വന്ന ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പോലെ നിരന്തരം തനിക്ക് ശ്രദ്ധ മീഡിയയിലൂടെ കിട്ടുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിരന്തരം ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ ഒത്തിരി പേര് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അമൽരാജന്റെ കാര്യം പറഞ്ഞു. ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. മുരുകൻ എന്ന് പറഞ്ഞിട്ട് സത്യനന്ദിക്കാരന്റെ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആരും തന്നെ ഇതേപോലെ അപ്പൊ തനിക്ക് മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഇത്തരത്തിൽ ഒരാളാണ് മാലാപാർവതി അമച്വർ നാടകത്തിലൂടെ വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മാലാപാർവതി എടുത്തങ്ങ് ചാടി അത് വേണ്ടതാണ്, അത് വേണം. മീഡിയ അറ്റൻഷൻ എന്ന് പറയുന്നത് തന്നിലേക്ക് കിട്ടണം എന്നുള്ള മനസ്സിലുള്ള ഒരു ബോധമാണ് അവര് അന്ന് കാണിച്ചത്. അതുപോലെ ഇദ്ദേഹവും അവരത് മാറ്റി പറഞ്ഞു. എന്തുകൊണ്ടാ അത് നമ്മൾ അതിനുവേണ്ടി പൊരുതാൻ പറ്റില്ല ചേട്ടാ. ഒരു മീഡിയ അറ്റൻഷൻ അത് അവർ ചിന്തിക്കണമായിരുന്നു, തുടക്കത്തിൽ ചിന്തിക്കണമായിരുന്നു. തനിക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ എന്തിനാണ് ഇതിൽ ചാടി ഇറങ്ങിയത്. അങ്ങനെ ചാടി ഇറങ്ങി എന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ അവർ നിൽക്കണമായിരുന്നു. അല്ലാതെ ഈ പറയുന്ന പോലെ പോലീസ് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അതൊന്നും ഒരു മുട്ടാപ്പൊക്കനായൊന്നുമില്ല. അതുപോലെ ഈ പറയുന്ന അലൻസിയറും മീഡിയ അറ്റൻഷന് വേണ്ടി കാണിക്കുന്നതാണ്. അതായത് അദ്ദേഹത്തിന് സ്വഭാവ നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതേ, എന്താ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും അദ്ദേഹം ആ ശില്പം, സ്ത്രീ പ്രതിമയെ കാണുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്തൊക്കെയോ മുട്ടുവരുന്നു. ആൺകരുത്തുള്ളപ്പോൾ, ആൺകരുത്തുള്ള മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ആൺകരുത്തുള്ള പ്രതിമ തന്നെ അതായത് അവാർഡായിട്ട് നൽകണം എന്നൊക്കെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു മാനസിക നിലയുടെ വ്യാപാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം അല്ലെ. ഒരു പെൺ പ്രതിമയെ കാണുമ്പോൾ അതിനുള്ള മുട്ട് വരുന്നു. എന്താ പറയാ, ഞാൻ ആ വാക്ക് എനിക്ക് പറയാൻ, ഞാൻ മനഃപൂർവ്വമാണ് ആ പറയുന്നത്, എനിക്ക് പറയാൻ മതിയുണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അലൻസിയർ എന്ന് പറയുന്ന നടൻ, താങ്കൾ അഭിനയിക്കുന്നത് താങ്കളുടെ പ്രൊഫഷൻ എന്ന് താങ്കൾ പറഞ്ഞെങ്കിൽ താങ്കൾ അഭിനയിച്ചോളൂ. താങ്കൾ എന്തിനാണ് ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി താങ്കൾ താരതമ്യം ചെയ്തതിൽ തന്നെ താങ്കൾക്ക് എത്ര വിലയുണ്ടെന്നുള്ള കാര്യം ജനം വിലയിരുത്തി. അദ്ദേഹത്തിനെതിരെ 2018 ആഭാസം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനിടയ്ക്ക് ഒരു നടി മോശമായി പെരുമാറി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അദ്ദേഹത്തിനെതിരായ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും പുരുഷന്മാരെ എന്താണ് ബഹുമാനിക്കണം അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ, അതായത് സ്ത്രീകളുടെ ഒരു എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ വരെ നിലകൊള്ളുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന സർക്കാരിന്റെ അവാർഡ് വാങ്ങാൻ വരുമ്പോൾ സ്ത്രീകൾക്കെതിരെ പറയുകയാണ് ചെയ്തത്. ആ സ്ത്രീകൾക്കെതിരെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാണ്ട് അവാർഡും വാങ്ങിച്ചുകൊണ്ട് പോയി. അത്തരത്തിൽ പെൺ പ്രതിമയെ കണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ആ പ്രതിമയെ അവിടെ വെക്കണമായിരുന്നു. ചേട്ടാ, അങ്ങനെയല്ലേ വേണ്ടത്? ആ പ്രതിമ അവിടെ വെക്കണമായിരുന്നു. ആ അവാർഡ് എനിക്ക് വേണ്ട, ഞാൻ പുരുഷന്റെ പ്രതിമയായിട്ടുള്ള അവാർഡ് മാത്രമേ ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന് പറയണമായിരുന്നു. ഞാൻ പറയുന്നതേ, നമ്മൾക്ക് പലതരത്തിലുള്ള എന്താ പറയാ തൊഴിലിടങ്ങളുണ്ട്. ഇപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ ഇഷ്ടത്തിന് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അഡൾട്ട് വെബ് സീരീസ് ചെയ്യുന്നവരോട് അഡൾട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ ഇപ്പോ ഈ പറയുന്ന പോൺ വീഡിയോസ് ഉണ്ടല്ലോ, പോൺ വീഡിയോസിൽ അഭിനയിക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരാണ്. അത്തരത്തിലൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിവരം. അപ്പൊ
നമുക്ക് അവരുടെ തൊഴിലാണ്, അവരുടെ തൊഴിൽ നമ്മൾ കൈകടത്തുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മാധ്യമ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി ഇമാതിരി വകതിരിവില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അലൻസിയർ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതിനുള്ള അംഗീകാരം അദ്ദേഹത്തിന് സിനിമകളിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിക്കുക. അല്ലാതെ ഈ അഭിനയിച്ച നിള പിന്നെ നമ്പ്യാരുടെ പിന്നെ അതിനെ ഈ പറയുന്ന എം ടി വാസുദേവൻ നായരുടെ അല്ല ഭരതന്റെയോ പത്മരാജന്റെയോ സിനിമകളുമായിട്ടൊന്നും താങ്കൾ താരതമ്യപ്പെടുത്തണ്ട എന്ന് താങ്കളുടെ മുഖത്ത് നോക്കി പറയുന്ന പോലെ തന്നെയാണ് നാം ഇവിടെ നിന്ന് പറയുന്നത്. അലൻസിയർ അത്രത്തോളം അധപ്പതിക്കരുത് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ.